2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സർവേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ആകെ 8 ജില്ലയുടെ സർവേ ഫലം പരിശോധിച്ചിരുന്നു. അതിൽ നിന്നായി LDFന് 23 മുതൽ 42 സീറ്റും UDFന് 36 മുതൽ 54 സീറ്റും BJP സഖ്യത്തിന് 2 മുതൽ 3 സീറ്റും ആണ് ഞങ്ങൾ പ്രവചിച്ചിരിക്കുന്നത്. ഈ ജില്ലകളുടെ സർവേ ഫലങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ലഭ്യമാണ്. കാണാത്തവർ ചാനൽ സന്ദർശിക്കുക. ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത് പാലക്കാട് ജില്ലയിലെ സർവേ ഫലങ്ങൾ ആണ്. നമുക്ക് ആദ്യത്തെ മണ്ഡലത്തിലേക്ക് കടക്കാം. ആലത്തൂരിൽ DM ശശി LDFന് വേണ്ടി മണ്ഡലം നിലനിർത്തുമെന്നാണ് വിലയിരുത്തുന്നത്. നെന്മാറയും LDF നിലനിർത്തും. ഗെ പ്രേമനു സുരക്ഷിത ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്നു സർവേ പ്രവചിക്കുന്നു. ചിറ്റൂരിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. സുമേഷ് അച്യുതനു നേരിയ മുൻതൂക്കമുണ്ടെന്നും സൂചന. ദരൂർ മണ്ഡലവും സുമോദിലൂടെ ഇടതുകോട്ട ആയി തുടരും. പാലക്കാട് UDF വിജയം ആവർത്തിക്കും. രമേശ് പിഷാടി ഒന്നാമതും ശോഭ സുരേന്ദ്രൻ രണ്ടാമതും എത്തുമെന്നാണ് സർവേ പറയുന്നത്. മലമ്പുഴയിൽ ഭൂരിപക്ഷം കുറഞ്ഞാലും LDFന്റെ പ്രഭാകരൻ മണ്ഡലം നിലനിർത്തും. BJP രണ്ടാമത് എത്തുമെന്നും വിലയിരുത്തുന്നു. മണ്ണാർക്കാട് UDF ഷംസുദ്ദീനിലൂടെ വിജയിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. കോങ്ങാട് മണ്ഡലം ശാന്തകുമാരിക്ക് LDFനു വേണ്ടി നിലനിർത്താൻ കഴിയുമെന്നാണ് സർവേ പറയുന്നത്. ഒറ്റപ്പാലവും പ്രേംകുമാറിന് LDFനു വേണ്ടി നിലനിർത്താൻ കഴിയും. ഷൊർണൂർ LDFന്റെ P മമ്മിക്കുട്ടി വിജയിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. പട്ടാമ്പി മുഹമ്മദ് മുഹ്സിൻ വിജയിക്കും. LDF മണ്ഡലം നിലനിർത്തുക വ്യക്തമായ ഭൂരിപക്ഷം നേടിയായിരിക്കും. തൃത്താല VT ബൽറാം മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് സൂചന. UDF വിജയം സുരക്ഷിത ഭൂരിപക്ഷം നേടിത്തന്നെ ആയിരിക്കും. പാലക്കാട് ജില്ലയിലെ ആകെ 12 സീറ്റിലെ സർവേ കണക്ക് പ്രകാരം LDF 8 മുതൽ 9 സീറ്റും UDF 3 മുതൽ 4 സീറ്റും നേടുമെന്നാണ് സൂചന. അവസാന കണക്കിൽ UDF 4ഉം LDF 8 സീറ്റും വിജയിക്കും എന്നാണ് പ്രവചനം. ഈ കണക്കുകൾ പ്രകാരം പാലക്കാട് ജില്ലയിൽ LDFന് 2 സീറ്റുകളുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. ആകെ മൊത്തം 9 ജില്ലയിലെ കണക്കുകൾ പുറത്തു വന്നു കഴിയുമ്പോൾ LDFന് 31 മുതൽ 51 സീറ്റും UDFന് 39 മുതൽ 59 സീറ്റും BJP സഖ്യത്തിന് 2 മുതൽ 3 സീറ്റും നേടാൻ കഴിയുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഞങ്ങളുടെ അന്തിമ കണക്കുകൾ പ്രകാരം LDFന് 38 സീറ്റും UDFന് 52 സീറ്റും BJP സഖ്യത്തിന് 2 സീറ്റും ജയിക്കാനാകും എന്നാണ് വിലയിരുത്തുന്നത്. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ മലപ്പുറം ജില്ലയുടെ സർവേ ഫലങ്ങളാണ് പുറത്തുവിടുന്നത്. ഇതുപോലുള്ള സർവേ ഫലം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ നന്ദി.